അപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സാധനങ്ങൾ ഇരിപ്പില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന്. അപ്പോൾ സഡനായിട്ട് എനിക്കൊരു ഐഡിയ തോന്നി. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ നേരിട്ട് കാണാത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മൾ സെയിം യൂണിവേഴ്സിറ്റിയാണ്, പക്ഷേ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, ഇന്ന് ഫ്രീ ആണോ, നമുക്ക് നേരിട്ട് കണ്ടാലോ എന്ന്. അപ്പോൾ ഫ്രണ്ടും ഫ്രീ ആണെന്ന്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കാണാനായിട്ട് ഞാൻ പോവുകയാണ്. ബസ് കാത്തിരുന്നു, കുറേ കഴിഞ്ഞ് ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി പുറത്തെ വ്യൂവും ആസ്വദിച്ച് ഞാനിങ്ങനെ ബെൻസിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വദിച്ച്, ബെൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ കണ്ടുപോകും, എത്ര കണ്ടുമടുത്താലും കണ്ടുപോകും. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങി ആ ഒരു സ്ഥലത്ത് നല്ല രസമുണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റും വലിയ അപ്പാർട്ട്മെൻറ്റും. അങ്ങനെ രണ്ടാമത്തെ ബസ് അപ്പോൾ വരും നോക്കിയപ്പോഴാണ് പണി കിട്ടിയത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ UK അങ്ങനെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ്, പെട്ടെന്ന് വരാം, ഡിലേ ആവാം, ടെർമിനേഷൻ, പെട്ടെന്ന് ബസ് വന്നു. അപ്പോൾ അടുത്ത പണി കിട്ടിയെന്ന് വിചാരിച്ചു, ഡെസ്റ്റിനേഷൻ ചേഞ്ച്, പക്ഷേ ഇല്ല, നമ്മൾ അസ്തയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ അസ്തയിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ട്രാഫിക്ക് പെട്ടെടുക്കാണ്, കുറച്ച് ലേറ്റ് ആവും, ഈ സാധനങ്ങളൊക്കെ നോക്കിയെടുത്ത് വെച്ച് നീ ഓൾറെഡി സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഓരോ സാധനങ്ങൾ നോക്കി, ചപ്പാത്തി എടുത്തു, കിഴങ്ങ് പ്രത്യേകം എടുത്തില്ല, ഗ്യാസ് ആയതുകൊണ്ട്. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, കപ്പ് കേക്ക്, പോപ്കോൺ, തേങ്ങ, നമ്മൾ നാട്ടിൽ തേങ്ങ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സെക്ഷൻ കണ്ടത്. ഹാലോവീൻ ആണല്ലോ നമ്മുടെ ഇവിടെ, ഇംഗ്ലീഷ് കാലത്തൊക്കെ ഹാലോവീനൊക്കെ ഒരുപാട് നന്നായിട്ട് ആഘോഷിക്കും. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഇതുപോലെ ഇത്രയും നേരമായിരുന്നു ആളുകളായിട്ടും. ഇപ്പോൾ October 31 ആണ്, പക്ഷേ എങ്കിൽ പോലും ആരും ഇത് ആഘോഷിച്ചിട്ടില്ല, വെച്ചിട്ടില്ല. അപ്പോൾ മസ്തയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടു. ഓരോ മാസ്കുകൾ, ഓരോ കപ്പിൽ ഡിസൈൻസ് വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് ഈ പാവകൾ, പിന്നെ ഇതുപോലെ കത്തി, വലിയ കത്തി. അങ്ങനെ എൻ്റെ ചേച്ചിയെ കണ്ടു, സ്കെൽട്ടൺ കണ്ടു. അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനിതൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ ആ 2 പിള്ളേർ അവിടെ എടുത്ത് ഓരോന്ന് ഓണാക്കി നോക്കുന്നത് ഞാനും അത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു. വീഡിയോയിലെടുത്ത് നിങ്ങളിവിടെ കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് അതാ ഇങ്ങനെ ഒരു സാധനം കണ്ടത്. അത് ഞാൻ ഓണാക്കി നോക്കി, നല്ല രസമുണ്ടായിരുന്നു, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 3 പൗണ്ടാണ്. അങ്ങനെ അതൊക്കെ നോക്കി, ഓരോ സാധനങ്ങൾ നോക്കി നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കണ്ടു, സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു, നമ്മളെല്ലാം ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രാത്രി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ പിരിയാമെന്ന് വിചാരിച്ചു. പക്ഷേ 2 പേർക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ അടുത്തുള്ള മഗ്ഡിയിൽ മാപ്പിട്ട് മഗ്ഡി എത്തി. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. 2 റാപ്പും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കോക്കും നമ്മൾ ഓർഡർ ചെയ്തിങ്ങനെ കാത്തിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം വന്നു, നമ്മളത് കഴിച്ച് നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് തിരിച്ച് ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഒരു ദിവസം നേരത്തെ കാണാം, നേരത്തെ രാവിലെ ഇറങ്ങി കാണാം. ഇതിപ്പോൾ വൈകുന്നേരം ലേറ്റ് ആയാലും ഇരുട്ടി. അപ്പോൾ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ട്യൂബ് സ്റ്റേഷൻ അടുത്തുണ്ടായിരുന്നു, എൻ്റെ ബസ്സും വന്നു. നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ നേരത്തെ ആക്കി ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ.